ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിട്ട് നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോകും. വണ്ടി എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ചിപ്പനുണ്ട്, ഞങ്ങൾ രണ്ടുകൂടെ പോകുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോകുന്ന നമ്മുടെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. വണ്ടി ഏതാണെന്നൊക്കെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളവിടെ കടലോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഫുള്ള് വണ്ടികളുടെ കളക്ഷനും കാര്യങ്ങളും. എന്തോ പറയണമെന്ന് അറിയത്തില്ല. അതൊക്കെ കണ്ടിട്ട് കണ്ണൊക്കെ മഞ്ഞ് വെച്ച് ആകെ ഒരുമാതിരി ഇരിക്കണ്ടോ. എല്ലാ മുകളിൽ വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിള്ളേർക്ക് പറ്റിയ എല്ലാ ഐറ്റം, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള. ഫ്രണ്ടിൽ വൈഫൊക്കെ ഉണ്ട്. ഇത് അവിടുത്തെ ഓണത്തിലാണ്. പിന്നെന്താ പറയണ്ടേ, ഒരു സൈഡിൽ പിള്ളേരുടെ ടോയ്സ് ആണെങ്കിൽ മറു സൈഡിൽ വലിയവർക്കും കൊച്ചവർക്കും എല്ലാവർക്കും പറ്റിയ ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ കുഞ്ഞു പിന്നെ ട്രെയിനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ പിന്നെ അത് വാങ്ങിച്ചങ്ങ് വെക്കേണ്ട അവസ്ഥ. വേണ്ട, ഞാൻ വന്നിട്ട് പിന്നെ ഒരു കാര്യം, ഹോട്ട് വീൽസ്. എൻ്റെ മോനെ, ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മാരി കളക്ഷൻ കേട്ടോ. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഇവിടെ തന്നെ വന്ന് കണ്ടറിയാം. കളക്ഷനും കാര്യങ്ങളൊക്കെ കാണും. നമ്മളൊരു വണ്ടി ആദ്യം എടുത്ത് നോക്കി കേട്ടോ. പക്ഷേ ചുമ്മാ ജസ്റ്റ് ഓടിച്ച് നോക്കിയത്. പക്ഷേ എനിക്കത് അത്ര പിടിച്ചില്ല. എനിക്കതെന്ന് വെച്ചാൽ റിമോട്ട്, മറ്റേ വൺ ഹാൻഡിന് റിമോട്ടല്ല, സാധാ റിമോട്ടായിരുന്നു. അത് പിടിച്ചില്ല. ഒരുമാതിരി ഒറിജിനാലിറ്റി ഇല്ല. പിന്നെ അത് കുറച്ചേരം ഓടിച്ച് എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇതൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടു. അപ്പോഴത്തേക്കും ഞാൻ ഈ മോഡൽ വണ്ടി എടുക്കാൻ വന്നു. അപ്പോൾ ആദ്യം ഒരു കറുപ്പ് ഇടുന്നത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ഗോൾഡാണ് എടുത്തത്. ഇതാണ് നമ്മളെടുത്ത വണ്ടി ഉണ്ടോ. ഈ സാധനം നമ്മൾ ഓടിച്ചു നോക്കാം. പിന്നെ ഈ മോഡൽ വണ്ടിയാണ് ഞാൻ ആദ്യം ഓടിച്ചത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 2 വീല് ഡ്രൈവാണ് വണ്ടി. പിന്നെ അങ്ങനെ 5 കുഞ്ചും കൂടെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മളും കുറേ നേരം അവളുമാരൊക്കെ ഇറങ്ങിക്കൊണ്ട് നിന്നു. ഡ്രൈവർ ഞാനാണ്, വണ്ടി എടുത്തോളൂ എന്നും പറഞ്ഞ് ഞാനും കുഞ്ഞും കൂടെ അവിടെ ഒരു കാറിൻ്റെ ഇതൊക്കെ കണ്ട്, റിമോട്ടും ഒരു ബാറ്ററിയൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളത് കണ്ട് അതിൻ്റെ കാര്യം കുറച്ച് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കും പിള്ളേർ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല കളറുകളിൽ ഇവിടെ ടോയ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണേണ്ട കാഴ്ച. അപ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ വണ്ടി കൊണ്ടു. അങ്ങനെ നമ്മൾ ട്രസ്റ്റ് ഡ്രൈവ് ഓടിക്കരുത്. അപ്പോൾ നമ്മുടെ പയ്യ അവിടെ നോക്കുന്നുണ്ടോ. ഞാൻ വണ്ടി കുറച്ച് നേരം ഓടിച്ച് കൊള്ളായിരുന്നു. ചുമ്മാ ആക്സിഡൻറ്റ് ഓടി ഇങ്ങ് പോകുക സാധനം. അങ്ങനെ കുറച്ച് നേരം അത് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. ഞങ്ങൾ ഓടിച്ച് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വണ്ടി എടുത്ത് എൻ്റെ വൈഫിനെ കാണിച്ച്. എന്നിട്ട് ഞാൻ ചോദിച്ചു കൊള്ളാവോന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ആ വണ്ടിയുടെ ടയറൊക്കെ ഇങ്ങനെ കറക്കി കാണിച്ചാൽ വേണ്ട, ഇതുവഴി ഫോഗ് വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൾ എന്നെ നോക്കി ചിരി. ഞാൻ ഫോഗ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പിന്നെ അത് തന്നെ എടുത്തു. അപ്പോഴത്തേക്ക് അതിൻ്റെ ബ്ലാക്ക് എടുത്തുണ്ട് നമ്മൾ. പിന്നെ ബ്ലാക്ക് ഇട്ട് ഓടിച്ചു. ഒരു റിമോട്ടിൽ തന്നെ രണ്ടും കൂടെ യൂസ് ആകുമെന്ന് ആ ബ്രോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ആയിട്ട് ഞാൻ ഇട്ട് ഓടിച്ചു. അപ്പോൾ ബ്രോയും അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. മോട്ടോർ സെയിം ആയതുകൊണ്ട് ഒരു റിമോട്ടിൽ തന്നെ രണ്ട് വണ്ടി. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇതിനകത്ത് ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു ആകെ. അങ്ങനെ പിന്നെ അവസാനം ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും, വണ്ടിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് വീഡിയോസൊക്കെ കൊള്ളാം, പക്ഷേ ചുമ്മാ അത് കൊടുക്കുമ്പോഴേ ഓടി പോകുമല്ലോ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ബ്ലോ എടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി. പിന്നെ കുറച്ച് നേരം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിന്ന്. മുതിർന്ന ഒരാൾക്കും അവിടെ ഇറങ്ങാൻ നോക്കില്ല. കാരണം ചുറ്റിനും കളിപ്പാട്ടും, കണ്ണ് തന്നെ വല്ലാതായി പോകും. പിന്നെ കുറേ ഡൈകാസ്റ്റ് മോഡൽ വണ്ടികൾ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. ഏകദേശം കൊള്ളാം. പിന്നെ അവസാനം ഞാൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കണ്ട ഒരു വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. ടോം ഓടിച്ചൊരു കറുത്ത വണ്ടി, അടുത്തണ്ട കുറേ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് ഡൈകാസ്റ്റ് മോഡൽ. പിന്നെ അത് ഞാൻ എൻ്റെ കുഞ്ചിപ്പിന് നേരെ കുറേ ടെടിയും ഇതൊക്കെ ഇരിക്കുന്ന അങ്ങോട്ട് പോകും. ഇയാൾ അവിടെ ചെന്ന് ഹോട്ട് വീൽസിൻ്റെ ടെടിയൊക്കെ നോക്കുമായിരുന്നു. ഒരു ഫുള്ള് ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ നോക്കി എടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളും അവളോടെ പോയി കുറച്ച് നേരം വായി നോക്കി അവിടെയൊക്കെ നിന്ന് ഹോട്ട് വീൽസ് ഉണ്ട്. പിന്നെ എന്ത് പറയാൻ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കാറ് പാക്ക് ചെയ്തു. അവർ രണ്ടും കാറ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ അവരുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് പിന്നെ മറ്റേ ബ്രോ വന്നു. ബ്രോ ആദ്യം പോയിട്ട് പിന്നെയാണ് വന്നത്. അങ്ങനെ ഉണ്ട് ഈ പച്ച ടീഷർട്ട് ഇട്ട് ഈ ബ്രോയാണ് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈര ഗോൾഡിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ചൈൽഡ് വിഷൻ എന്ന് പറയുന്ന ഷോപ്പ്, അത് 5-ലാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോയെന്ന് നോക്കുക. വണ്ടി വരുന്നത് 1/80 സ്കെയിലാണ്. പിന്നെന്താ പറയുന്നത്, ഒരു ബിഗിനർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ചെറിയ RC കണക്ക് ഉള്ളു. പിന്നെ ഇതിൻ്റെ റിമോട്ട് ഇതാണ് റിമോട്ട് വരുന്നത്, റിമോട്ട് കൺട്രോൾ. ഈ സാധനം കുറച്ച് പാടായിരുന്നു. എനിക്കും ആദ്യം ഇതിൻ്റെ എന്താ പറയുന്നത്, തിരിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ലാഗൊക്കെ ആയിരുന്നു സംഭവം. ഒരു ദിവസം കൊണ്ട് എന്തായാലും പെട്ടെന്നൊന്നും സെറ്റ് ആകത്തില്ല. എന്നാലും വണ്ടി കൈ നിൽക്കത്തില്ല, അതുള്ളൊരു കാര്യം. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി നല്ല ഇതിലങ്ങ് പോകും. പുള്ളിങ് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റിയറിങ് കിട്ടത്തില്ല, ആ ഒരു ഇതുള്ളൂ. പക്ഷേ ഒരു ചെറിയൊരു ഇതിനകത്തൊന്ന് തുടങ്ങി ഒരു നല്ല വണ്ടിയൊക്കെ എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ആദ്യമേ ചെന്ന് വലിയ വണ്ടിയൊക്കെ എടുത്താൽ എന്തായാലും കൈ നിൽക്കത്തില്ല, അതാണ് കുഴപ്പം.
നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ LOBക്കകത്തല്ലേ ഇടുന്നത്, നമ്മൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വണ്ടിയിലുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ, പുതിയ ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ LOB പുതിയ ചാനലും പുതിയ അക്കൗണ്ടും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ ചെയ്യണം. പിന്നെ ഇതിന് ചാർജിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓവർ പവറൊന്നുമില്ല, നോർമൽ ഒരു RC അങ്ങനെയേ ഉള്ളൂ. വലിയ പവറോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് അവരൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല പവറുള്ള വണ്ടിയൊന്നുമില്ല. കുറച്ച് നേരം ഓടിക്കാം, അതേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് ഓടിച്ച് എടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഒരേ അപ്ഡേഷൻ ഇങ്ങനെ വന്ന് ഒരേ വണ്ടികളൊക്കെ മാറ്റിയെടുക്കണം. അതൊക്കെ പ്ലാൻ. നമുക്ക് വണ്ടി ലോങ് പോകുന്ന അത്ര നമുക്ക് ഉണ്ട് ഗൈസ്. എൻ്റെ അത്യാവശ്യം ആ ഒരു ലെങ്തിൽ പോയിട്ട് ഇതാണ്ട് വരുന്നുണ്ടോ നമ്മളെ സാധനം. കണ്ടോ ഗൈസ്, നമ്മുടെ വണ്ടി വന്നത് കണ്ടോ ഗൈസ്. വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് പുതിയ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ RCക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരും കാര്യങ്ങളും വെളിപ്പെടുത്താൻ നമ്മൾ നമ്മുടെ ഈ അക്കൗണ്ട് LOB അക്കൗണ്ടിൽ തന്നെ ഇടും. ഇനിയുള്ള അപ്ഡേഷനും കാര്യങ്ങളെല്ലാം LOB അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും വരുന്നത്. നമ്മൾ യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിലും സെയിം പേരായിരിക്കും ചിലപ്പോൾ വരുന്നത് എന്തായാലും. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ തന്നെ അറിയിക്കുന്നതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത്. ഓക്കെ, ബൈ. സ്മോക്ക് വരും. റെഡി സാർ. ഒന്നടിച്ചേ. എന്റെ